ഹലോ ഹായ് വെൽക്കം ബാക്ക്. അങ്ങനെ സിനി വിശേഷത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ദിവസമായി വീഡിയോസ് ഒന്നും ഇടാതെ, നാട്ടിലെ ഉത്സവവും പിന്നെ ജോലി തിരക്ക് ഇതൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാത്തത്. പിന്നെ പറയണത് കലം കാവൽ സിനിമ ഞാൻ കണ്ടിരുന്നു. മമ്മൂക്ക പ്രധാന വേഷം, മമ്മൂക്ക പിന്നെ വിനായകനാണ് പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് കലം കാവൽ. ജിതിൻ കെ ജോസ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. പിന്നെ സിനിമ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ തിയേറ്ററിൽ തന്നെയാണ് പോയിട്ട് കണ്ടത്. ഇറങ്ങിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കണ്ടത്. സിനിമ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ആസ് യൂഷ്വൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ മമ്മൂക്കയുടെ പെർഫോമൻസ് ആണ്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. അതൊരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് റോളാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അതുകൂടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. പിന്നെ പറയാൻ എല്ലാവരും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതിനെ കുറിച്ചിട്ട് ഇപ്പോൾ പറയാനൊന്നുമില്ല. പക്ഷെ സിനിമ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. റിവ്യൂ വീഡിയോ എടുക്കാൻ ടൈം ഇല്ലാത്തത് കൊണ്ടാണ് റിവ്യൂ എടുക്കാത്തത്. പിന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് കണ്ടത് ബബ്ബബ്ബ, ദിലീപ് ഏട്ടൻ പ്രധാന വേഷത്തിലെത്തുന്ന പിന്നെ മോഹൻലാൽ സർ ക്യാമിയോയിൽ എത്തുന്ന ഒരു സിനിമയാണ് ബബ്ബബ്ബ. സിനിമയിൽ തന്നെ പറയുന്നുണ്ട് നോ ലോജിക് ഓൺലി മാഡ്നെസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സിനിമ ഉള്ളത്. പിന്നെ പറയണത് ഡയറക്റ്റഡ് ബൈ ധനഞ്ജയ് ശങ്കർ ആണ്. പിന്നെ റൈറ്റേഴ്സ് കുറിച്ചൊന്നും പറയാനില്ല. പിന്നെ ഷാൻ റഹ്മാന്റെ സോങ്സ്, പിന്നെ ഗോപി സുന്ദർ പുള്ളിയുടെയാണ് സ്കോർസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ സിനിമയിൽ ഒരുപാട് ക്യാമിയോസ് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ബാലു വർഗീസ് ഉണ്ട്, പിന്നെ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ കൂടിയുണ്ട്. അതേപോലെ മറ്റേ സലീം കുമാർ ചേട്ടൻ കൂടിയുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട് ക്യാമിയോസ് ആയിട്ട് കൂടി. പക്ഷെ സിനിമയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സെക്കൻഡ് ഹാഫ് അത്യാവശ്യം മോഹൻലാൽ സാറിന്റെ എൻട്രിക്ക് ശേഷം കുറച്ച് കൊള്ളായിരുന്നു. പിന്നെ ഒരു കണ്ടിരിക്കാം, വൺ ടൈം വാച്ച്. ജസ്റ്റ് ഒരു ടൈം പാസ് പടമായിട്ടാണ് എനിക്ക് പറയാനുള്ളത് ഈ സിനിമയെ കുറിച്ചിട്ട്. പിന്നെ വലിയൊരു ഗംഭീര പടമൊന്നുമല്ല, ഒരു ടൈം പാസ് പടമാണ്. ആവറേജ് ആയിട്ട് പോകുന്ന ഒരു സിനിമയാണ് ബബ്ബബ്ബ. ഒരു ആസ് യൂഷ്വൽ അവർ പറഞ്ഞതുപോലെ ഒരു ലോജിക് ഒന്നും ഇല്ലാത്ത ഒരു സിനിമയാണ്. ഒരു കണ്ടിരിക്കാൻ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് വൈബായിട്ട് ഇരുന്നിട്ട് ഒരു ടൈം പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് ബബ്ബബ്ബ. ക്യാമറ വർക്ക്സ് ഒക്കെ നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ക്യാമറ വർക്ക്സ് പിന്നെ എഡിറ്റിംഗ് ഇതൊക്കെ നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു കണ്ടിട്ട് ഇറങ്ങിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കണ്ടത് സിനിമ. സോ അതാണ് ബബ്ബബ്ബയെ കുറിച്ചിട്ട് പറയാനുള്ളത്. പിന്നെ ഗൈസ്, ഞാൻ ഈ എല്ലാ സിനിമാസൊന്നും തിയേറ്ററിലൊന്നും കാണാനൊന്നും പോകുന്നില്ല. ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് സെലക്റ്റഡ് ആയിട്ടുള്ള സിനിമാസ് ആണ് ഞാൻ കാണാൻ പോകുന്നത് തിയേറ്ററിൽ. ആസ് യൂഷ്വൽ എനിക്ക് അറിയാവുന്നതുപോലെ ബഡ്ജറ്റ്, എല്ലാ സിനിമ കണ്ടാൽ എന്റെ കയ്യിലൊന്നും നിൽക്കാനൊന്നും പോകുന്നതൊന്നും സാധനമല്ല കാശ്. അങ്ങനെ ആയതുകൊണ്ടാണ് സെലക്റ്റഡ് ആയിട്ടുള്ള സിനിമാസ് ഒക്കെ പോയിട്ടാണ് കാണുന്നത്. അത് കണ്ടിട്ട് റിവ്യൂ ഇടുന്നതാണ്. ബാക്കി സിനിമാസ് ഒക്കെ ഈ OTT ഇറങ്ങിയ ശേഷമാണ് കാണുന്നത്. ചിലപ്പോൾ അത് ലേറ്റ് ആയിരിക്കും. ആ ടൈമിലാകുമ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. സോ ഞാനപ്പോ OTT കണ്ടിട്ട് എന്റെ അഭിപ്രായം പറയുന്നതാണ്. ചിലർക്ക് ആ വീഡിയോ കാണാം, ഷോർട്സ് ആയിട്ട് ഇടുന്നതാണ്. കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം, ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്താൽ മതി. പിന്നെ ജസ്റ്റ് പേജ് ഒന്ന് എൻഗേജ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടിയിലേക്ക് ഞാൻ വരുന്നത്. എനിക്ക് ടൈം കിട്ടുമ്പോൾ ഏതൊക്കെ സിനിമാസ് ഒക്കെ OTT വന്നിട്ടുണ്ടോ അതൊക്കെ കണ്ടിട്ട് ഒരു ഷോർട്ട് റിവ്യൂ ആയിട്ടാണ് ഇടുന്നത്. എന്റെ അഭിപ്രായമാണ് ഷോർട്ട് റിവ്യൂലാണ് ഇടുന്നത്. ഒരു എന്താ പറയാ, ഒരു പേജ് ചാനൽ ഒരു എൻഗേജിൽ ഇരിക്കുന്ന പോലെ അങ്ങനെ ഒന്ന് തോന്നി. അങ്ങനെ ആയിട്ടാണ് ഞാൻ ഇടാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കാണാം, ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്താൽ മതി, പ്രോബ്ലം ഇല്ല. പിന്നെ അതാണ് പറയാനുള്ളത്. സോ പിന്നെ അടുത്തതായിട്ട് എനിക്ക് കാണാൻ പോകുന്നത് നിവിൻ പോളിയുടെ മറ്റേ സർവമായ സിനിമയാണ്. സത്യൻ അന്തിക്കാടിന്റെ മകനാണ് അഖിൽ സത്യനാണ് സംവിധാനം ചെയ്ത സിനിമ. ആ സിനിമ കണ്ടിട്ട് അതിന്റെ റിവ്യൂ വീഡിയോ ആയിട്ടാണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത്. അടുത്ത റിവ്യൂ വീഡിയോ ആയിട്ട് കാണാം. പിന്നെ അതുവരെക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ആക്കി കീപ് സപ്പോർട്ടിങ് ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് ഗൈസ്, ബൈ.